ഹോം മെയ്ഡ് ഡെസിക്കേറ്റഡ് കോക്കനട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു അര തേങ്ങ അതിൻ്റെ ഷെല്ല് അതല്ലെങ്കിൽ ചിരട്ടയൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ചിരട്ട ഒഴിവാക്കിയിട്ട് വെച്ചതാണ്. ഇനി നമുക്കിതിൻ്റെ ഈ പുറമെ കാണുന്ന ഈ ബ്രൗൺ പാർട്സ് ഒന്ന് ഒരു നൈഫ് ഉപയോഗിച്ചിട്ടൊന്ന് ചെത്തിയെടുക്കാം. നമുക്ക് ആ ഒരു പോർഷൻ നമുക്ക് ആവശ്യമില്ല. അതുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കോക്കനട്ടിന് നല്ല പ്യുവർ വൈറ്റ് കളർ കിട്ടില്ല. അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് കളയണം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇവിടെ ചെത്തി എടുത്തിട്ടുണ്ട്, ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ചെറുതായി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ പൗഡർ പോലെയുള്ള ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഇതുപോലെ ഞാൻ ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ടെക്സ്ചറിലുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് അരയ്ക്കാൻ എടുത്തിട്ടുള്ള ജാറ് നമ്മൾ തേങ്ങയൊക്കെ വെള്ളം ചേർത്ത് അരയ്ക്കാൻ എടുക്കുന്ന സെയിം ജാറ് തന്നെയാണ്. അതിനകത്ത് വെള്ളം ഒഴിക്കാതെ വെച്ചിട്ട് അരച്ചതാണ്. ഇനി ഞാനിത് ഒരു ചുവട് കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഒരു ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനിത് മുഴുവനായിട്ടും ഉപയോഗിച്ചിട്ടില്ല ഉണ്ടാക്കാനായിട്ട്, കാരണം ഞാനിവിടെ കുറച്ച് ഓൾറെഡി ഉണ്ടാക്കി വെച്ചതുണ്ട്. അതുകൊണ്ടാണ് പകുതി എടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തേങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ ആ വൈറ്റ് കളർ മാറിയിട്ട് ആ ഒരു ബ്രൗൺ കളറിലേക്ക് മാറും. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. ആ വൈറ്റ് കളറിൽ തന്നെ നമുക്ക് കിട്ടണം. അതിലുള്ള ആ ഒരു വാട്ടർ കണ്ടൻറ്റ് ഒരു ചെറുങ്ങനെ ഒരു ഈർപ്പം ഉണ്ടാവും. ആ ഈർപ്പം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ വെറുതെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ ബാക്കിയുള്ള വെള്ളമൊക്കെ വറ്റി കിട്ടും നമുക്ക്. നമ്മളിങ്ങനെ പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കുന്ന സമയത്ത് അതിങ്ങനെ ഒട്ടിയിട്ടാണ് ഇരിക്കുക. പിന്നെ നമ്മൾ ഇത് വെള്ളമൊക്കെ നീങ്ങി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് പിടിച്ച് കഴിഞ്ഞാൽ ഒന്നിനെ തൊടാത്ത ആ ഒരു സ്റ്റേജിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് നമുക്ക് അടുപ്പത്തു നിന്നും മാറ്റിയിട്ട് ചൂട് തണയാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇത് നല്ല നമ്മൾ ശരിക്കും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടെക്സ്ചറിലുള്ളത് തന്നെ ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട്. ഒരു 1 കിലോക്ക് 250 രൂപയോളം വരുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾ ഇന്നലെ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.